പെരിങ്ങോം വഴക്കരയിലെ ചേട്ടൂർക്കാവിനടുത്ത് 10 സെന്റ് ഭൂമിയിൽ ഒരു തറ കെട്ടിയത് അതുവഴി പോകുന്നവർക്ക് കാണാം. ഒരു 30 വയസ്സുകാരന്റെ ജീവിത സ്വപ്നത്തിന്റെ അവശേഷിപ്പ്. കുവൈറ്റിലെ മങ്കഫിലുണ്ടായ തീപിടുത്തത്തിൽ ജീവൻ നഷ്ടമായ മലയാളികളിൽ ഒരാളായ നിതിൻ കുത്തൂരിന്റെ ആഗ്രഹം കെട്ടുറപ്പുള്ള ഒരു വീടായിരുന്നു. 5 വർഷമായി കുവൈറ്റിൽ ഡ്രൈവർ ജോലി ചെയ്തു വരികയാണ് നിതിൻ. നിലവിൽ 5 സെന്റ് ഭൂമിയിൽ പഴകിയ ഷെഡിലാണ് നിതിന്റെ കുടുംബം കഴിയുന്നത്. അവസാനമായി 1 വർഷം മുമ്പ് കുവൈറ്റിൽ നിന്ന് നാട്ടിലേക്ക് വന്നപ്പോഴും വീടിനെ കുറിച്ച് തന്നെയായിരുന്നു നിതിന്റെ ആദി. ഈ വർഷം ഡിസംബറിൽ ലീവിന് വരുമ്പോൾ വീട് പണി പൂർത്തിയാക്കണമെന്ന ആഗ്രഹമായിരുന്നു നിതിനുണ്ടായിരുന്നത്. എന്നാൽ വിധി കാത്തുവച്ചത് മറ്റൊന്നായിരുന്നു. മങ്കഫിലെ ലേബർ ക്യാമ്പിലെ തീപിടുത്തത്തിൽ എരിഞ്ഞമർന്നത് ഒരു ചെറുപ്പക്കാരന്റെയും കുടുംബത്തിന്റെയും സകല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായിരുന്നു. വർഷമായി 5 വർഷം മുമ്പേ പോയത്, ആദ്യമായിട്ട് പോയത്. ഇനിയിപ്പോൾ 5 വർഷം വന്നിരുന്നു. കഴിഞ്ഞ വർഷം ജനുവരിയിൽ നാട്ടിൽ വന്നിട്ട് പോയതാണ്. അപ്പോൾ ഇവിടെ വന്ന് അപ്പുറത്തൊരു സ്ഥലം എടുത്ത്, ഒരു 10 സെൻറ്റ് സ്ഥലം എടുത്ത് വീട് വെക്കാൻ വേണ്ടിയില്ല. അവൻ്റെ ആഗ്രഹത്തിൻ്റെ പ്രകാരം അവിടെ ഒരു തറയെല്ലാം കെട്ടി വെച്ചു. ബാക്കി പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചില്ല. അപ്പോൾ അടുത്ത ഇനി ഇപ്പോൾ ഡിസംബറിൽ വന്നിട്ട് ബാക്കിയും കൂടെ പൂർത്തീകരിക്കാമെന്നുള്ള ആഗ്രഹത്തിൽ പോയതാണ്. 17 വർഷം മുമ്പ് മരണപ്പെട്ടതായിരുന്നു നിതിൻ്റെ അമ്മ. പിന്നീട് 2 ആൺമക്കൾക്കും എല്ലാം അച്ഛൻ തന്നെയായിരുന്നു. സ്കൂൾ ബസ്സിലെ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു നിതിൻ്റെ അച്ഛൻ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന്റെ ആശ്രയമായിരുന്നു കുവൈത്തിലെ തീപിടുത്തത്തിൽ ഇല്ലാതായത്. വീട്ടിലെ സാഹചര്യം ഇത് എൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളാണ്. അപ്പം അവർ 2 ആൺമക്കളാണ്. അവർ നിതിൻ്റെ അമ്മ ഒരു 15 വർഷം മുമ്പേ അസുഖമായിട്ട് മരിച്ചു പോയതാണ്. മരണപ്പെട്ട് പോയ പിന്നെ അച്ഛനാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇവർ 2 ആൺമക്കളാണ്. ഇവനും നിതിൻ്റെ അച്ഛൻ ഇവിടെ സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നതാണ്. എൻ്റെ ചേട്ടനുണ്ട്, അവൻ്റെ സ്വകാര്യ ബസ്സിലെ തൊഴിലാളിയാണ്. അങ്ങനെ ജോലിച്ച് പോകുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് വലിയ സ്ഥിര വരുമാനമൊന്നും ഇല്ലാത്ത ഒരു ഇതാണ്. ഇവൻ ഒന്ന് അങ്ങ് പോയി കഴിഞ്ഞ് ഒരു നല്ല നിലയിലെത്താൻ ആഗ്രഹത്തിൽ പോയതാണ്. പോയിട്ട് ആദ്യം പോയിട്ട് ഒരു 5 വർഷം ആയി. അത് കഴിഞ്ഞ് ഒരു 3-3.5 വർഷം കഴിയുമ്പോൾ വന്നു. അത് കഴിഞ്ഞ് പോയിട്ട് ഇപ്പോൾ ഒരു 2 വർഷം ആവുന്നു. 2 വർഷമായില്ല, 1.5 വർഷമായി. 1.5 വർഷം ആവുന്നു അവസാനം വന്നിട്ട് പോയിട്ട്. ഒരു പ്രാവശ്യം വന്നിട്ടല്ലോ. ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു വീട് എന്നുള്ളത്. ആ ആഗ്രഹം സാധിക്കാതെയാണ് അവൻ പോയത്. നാട്ടിലേക്കുള്ള വരവ് പോലും ചുരുക്കി വീട് പണി പൂർത്തിയാക്കാനുള്ള ശ്രമത്തിനിടയിലാണ് അപ്രതീക്ഷിത ദുരന്തത്തിന്റെ കടന്നുവരവ്. നിതിന്റെ വിവാഹം നടന്നു കാണാൻ ഏറെ കൊതിച്ചിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത്. വീട് പണി പൂർത്തിയാക്കിയാൽ വിവാഹം നടത്താമെന്നായിരുന്നു കണക്കുകൂട്ടൽ. നാട്ടിലെല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു നിതിൻ. അവധിക്ക് നാട്ടിലെത്തിയാലും എല്ലാ പരിപാടികളിലും സജീവം. ഡിവൈഎഫ്ഐ ഭാരവാഹി, വഴക്കര വായനശാല പ്രവർത്തകൻ, ക്ഷേത്രോത്സവ കമ്മിറ്റി ഭാരവാഹി എന്നിങ്ങനെ പല നിലകളിലും പ്രവർത്തിച്ച നിതിന്റെ വിയോഗത്തിൽ നാട്ടുകാരും ദുഃഖത്തിലാണ്.